വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചാലികട പനച്ചിൽ അജി എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 7:30 സംഭവം. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ആക്രമിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത്. അതിന്റെ വിശദാംശം നൽകുന്നത് ജിൻസ് തോട്ടുങ്ങരയാണ് വയനാട്ടിൽ നിന്ന്. ജിൻസ്, വീണ്ടും റേഡിയോ കോളർ ധരിച്ച ഒരു കാട്ടാനയുടെ വരവ് വീണ്ടും ഭീതിതമാകുകയാണുള്ള സാഹചര്യം എന്താണ് ലഭ്യമാകുന്ന വിവരം? എൽദോ, ഇന്ന് രാവിലെ 7:30യോടെയാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പയ്യമ്പള്ളി ചാലികത പനച്ചിൽ അജിയെയാണ് കൊലപ്പെടുത്തിയത്. ഇദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. ഈ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ഈ കാട്ടാന അജിയെ മതിൽ പൊളിച്ചു വന്നതിന് ശേഷം ഈ അജിയെ ആക്രമിക്കുന്നത്. ഉടനെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ്. ഈ വനപാലകർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ആശുപത്രിയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലടക്കം ആളുകൾ തടിച്ചു കൂടിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കർണാടകയിലെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു ഇത്തരത്തിൽ ഇവിടെ നിന്നും കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാന ഈ കേരളത്തിലെത്തിയിട്ടുണ്ട്, വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ ജനവാസ മേഖലയിൽ എത്തുകയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. മാനന്തവാടി റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനപാലകർ നിലവിൽ ഈ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഉടനെ തന്നെ ഇത് ജനവാസ മേഖലയിൽ നിന്നും തുരത്താനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. തണ്ണീർക്കൊമ്പൻ വന്നതിന് തൊട്ടു പിന്നാലെ മറ്റൊരു കാട്ടാന കൂടി വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തുന്നു. അവിടെ ഇപ്പോൾ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അജി എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണെങ്കിലും ഉടൻ തന്നെ ആ കാട്ടാനയെ തുരത്താൻ അല്ലെങ്കിൽ ആ കാട്ടാനയെ ഇവിടെ നിന്ന് മാറ്റി തിരികെ അയക്കാനുള്ള ഒരു ഓപ്പറേഷൻ ഉദ്യമത്തിലേക്ക് വനം വകുപ്പ് ഉടൻ തന്നെ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും താങ്ക് യു ജിൻസ്.